ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു പുരുഷനോട് സ്ത്രീക്ക് ആകർഷണം തോന്നുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ സ്ത്രീക്ക് പുരുഷനായിക്കോട്ടെ, പുരുഷനെ തിരിച്ച് സ്ത്രീയോടായിക്കോട്ടെ, അതിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ടറുകളുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഫാക്ടർ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ടറുകൾ, അതായത് ഒരു പുരുഷനെ കാണുമ്പോൾ സ്ത്രീകൾ ആദ്യം ശ്രദ്ധിക്കുന്നത്, അതുപോലെ തന്നെ അവരിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ത്രീക്ക് പെട്ടെന്നൊരു ഇഷ്ടം തോന്നിപ്പിക്കുന്നത്, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. പൊതുവേ കാണുന്ന ഒരു താല്പര്യമാണ് പൊക്കം കൂടുതലുള്ളവരോടുള്ള ആകർഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് മീൻ ചെയ്യുന്ന പൊക്കം കുറഞ്ഞവരെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല. ഇത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ചോയ്സുകളുണ്ട്. എന്നാൽ പൊതുവിലായിട്ടുള്ള ഒരു താല്പര്യമാണ് പൊക്കം കൂടുതലുള്ളവരിലേക്കുള്ള ഒരു ആകർഷണം. അവരുടെ അതിനിപ്പോൾ എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും പറയാനായിട്ട് പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളല്ലേ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പൊക്കം കൂടിയവർക്ക് സാധാരണ സ്ത്രീകളുടെ ഇടയിൽ ഇത്തിരി ആകർഷണം കൂടുതലായിരിക്കും. ഡ്രസ്സിങ്ങിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് സ്ത്രീകൾ. അതുപോലെ പുരുഷന്മാരും പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പോൾ ഡ്രസ്സ് നല്ല വൃത്തിയോടും വെടിപ്പോടും കൂടിയിട്ട് ഉപയോഗിക്കുക, അവരവർക്ക് യോജിച്ച രീതിയിലുള്ള ഡ്രസ് സെൻസ്, ഇതെല്ലാം സ്ത്രീകൾ വളരെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരാളെ കാണുമ്പോൾ നമ്മൾ അത്യധികം പുറമേ ഉള്ളൊരു അപ്പിയറൻസ് ആയിരിക്കും നമ്മളെപ്പോഴും നോക്കുന്നത്. ഫസ്റ്റ് അപ്പിയറൻസ് ഈസ് ദ ബെസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എപ്പോഴും ആളുടെ ആ ഒരു ഡ്രസ് സെൻസ് തന്നെയായിരിക്കും. അതായത് നമ്മൾ വൃത്തിയോടും വെടിപ്പോടും കൂടിയിട്ട് അവരവർക്ക് യോജിച്ച രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്യുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് മികച്ച വസ്ത്രധാരണം എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു പെർഫ്യൂം വാങ്ങുന്നത് എങ്ങനെയാണ്, നമ്മൾ മുൻപ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഏതൊരു സ്മെല്ലാണ് അട്രാക്റ്റ് ചെയ്തത്, വേറൊരാളുടെ അടുത്ത് നമ്മളെ അട്രാക്റ്റ് ചെയ്ത്, അതൊക്കെ ആയിരിക്കും നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ പുരുഷന്മാരുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടിട്ട് അവരോട് അട്രാക്ഷൻ തോന്നുന്ന സ്ത്രീകളും ചുരുക്കമല്ല എന്ന് പറയുന്നത്. ഒരാളെ തിരിച്ചറിയുന്നതിനുള്ള അയാളുടെ ക്യാരക്ടർ ഏറെക്കുറെ നമുക്ക് അയാൾ എങ്ങനെയായിരിക്കും എന്ന് ആളുടെ കണ്ണിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആളുടെ സൗമ്യത, അയാൾ എങ്ങനെയാണ് മറ്റുള്ള ബിഹേവിയേഴ്സ്, നമുക്ക് ഒരു കണ്ണിൻ്റെ ചലനത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ചിലരുടെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് പുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാകുന്ന സ്ത്രീകളും വിരളമല്ല. വൃത്തിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്നവരാണ് സ്ത്രീകളെപ്പോഴും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഒരാളെ കാണുമ്പോൾ എന്ന് പറയുന്ന അയാളുടെ ഡ്രസ്സിങ്ങിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അയാളുടെ ഹെയർ സ്റ്റൈല്, അതുപോലെ തന്നെ നഖമൊക്കെ നല്ലതായിട്ട്, അതായത് കൈയുടെയും കാലിൻ്റെയും വൃത്തി നോക്കുന്നവരൊട്ടുമിക്ക ഇപ്പം ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ, ഞാനെപ്പോഴും ഒരാളെ കാണുമ്പോഴെന്ന് പറയുമ്പോൾ അയാളോട് സംസാരിച്ച് ഉടനെ തന്നെ അയാളുടെ കൈയും കാലൊക്കെ നമുക്കപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആളുടെ വൃത്തി എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ചിലരുടെയൊക്കെ നാക്കമൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ച് നമുക്കൊരു തോന്നുന്നത്, അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് തോന്നും, ഒരു അഗ്ലി ഫീലിംഗാണ് നമുക്കത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ട് നമ്മളെപ്പോഴും നല്ല രീതിയിൽ നമ്മുടെ കൈയും കാലൊക്കെ നല്ല മാന്യമായ രീതിയിൽ, അല്ലെ ഹെയർ നന്നായിട്ട് വിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നടക്കുക. ഏറ്റവും കൂടുതൽ നമ്മളുടെ ബോഡിയുടെ വൃത്തിയാണ് ഏറ്റവും കൂടുതൽ. നമ്മളിപ്പോൾ കാണാൻ ഭംഗിയില്ല അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തിനല്ല ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ വൃത്തിക്ക്, അതായത് ക്ലീൻ ആൻഡ് ടൈഡി എന്ന് പറയും, അതുപോലെ അതിനായിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എത്ര സൗന്ദര്യം, നമുക്ക് മുഖസൗന്ദര്യം ഇല്ലെങ്കിൽ കൂടിയും അതിലൂടെ ആയിരിക്കും എപ്പോഴും ഒരു പുരുഷൻ സ്ത്രീകളുടെ മനസ്സിലേക്ക് എളുപ്പം കയറി ചെല്ലുന്നത്. അതുപോലെ തന്നെ ആത്മവിശ്വാസവും ധൈര്യവും, അതായത് എപ്പോഴും കോൺഫിഡൻസിനും കറേജിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നവരാണ് സ്ത്രീകൾ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടായിരിക്കും അവരുടെ സെൽഫ് കോൺഫിഡൻസ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സ്ത്രീകൾക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നത് നല്ല ആത്മവിശ്വാസവും എന്തിനേയും നേരിടാനുള്ള കഴിവും അതുപോലെ തന്നെ ധൈര്യവുമുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. കരുത്താർന്ന കൈകൾ എന്ന് പറയുന്നത് പുരുഷൻ്റെ, അപ്പോൾ അത് ബലിഷ്ഠമായിട്ടുള്ള കൈകളിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ട് എന്ന് പറയുന്നു.
അപ്പോൾ അത് എന്താ പൗരുഷത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾ അതിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യത, അതിലുപരിയായിട്ടുള്ളത് ആരോഗ്യം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആയിട്ടാണ് സ്ത്രീകൾ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക കരുത്തുറ്റ കൈകളുള്ളവരിലേക്ക് സ്ത്രീകൾക്ക് ആകർഷണം കൂടുതലായിരിക്കും. പിന്നെ സ്ത്രീകളെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൗരുഷം നിറഞ്ഞ മുഖഭാവമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എപ്പോഴെന്ന് പറയുമ്പോൾ ഈ സ്ത്രൈണതയില്ലാതെ പുരുഷഭാവം ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അവരുടെ കുറ്റം കൊണ്ടല്ല ഒരിക്കലും അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ട് സ്ത്രീകളെ എപ്പോഴും ആകർഷിക്കുന്ന എപ്പോഴും പൗരുഷം നിറഞ്ഞ പുരുഷൻ്റെ മുഖഭാവം തന്നെയാണ്. അപ്പോൾ സ്ത്രീകളെ പെട്ടെന്ന് ആകർഷിക്കുന്നില്ല. ആദ്യ നോട്ടത്തിൽ ഒരു പുരുഷനെ കാണുമ്പോൾ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ആകർഷണം തോന്നുന്ന പുരുഷൻ്റെ ഭാവങ്ങൾ ഇതെല്ലാമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.